ഐ ഹാവ് എ ബോയ് ഫ്രണ്ട്. എന്റെ ബോയ് ഫ്രണ്ടിനായിട്ട് ലിപ്സ്റ്റിക്. ഡേറ്റിങ്ങിനായിട്ട് ഞാൻ പോയിട്ടുണ്ടോ? ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു എന്റെ ക്യാരക്ടർ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയുടെ സ്വാഗതം ഗൈസ്. ഇരിക്കാൻ ഒരു മറ്റേ കറക്റ്റ് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താണ് ഇവിടെ ഇരിക്കണം. അവനൊരു മൂലയിൽ ചവിട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട് ഗൈസ്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വളരെ നേരത്തെയാണ് ഫ്രഷ് ആയിട്ടുള്ള സാധനം ചെയ്യാൻ പോകുന്നത്. ഹൂ നോസ് മീ ബെറ്റർ, മനസ്സിലായോ? അതായത് നിങ്ങളിൽ ആർക്കാണ്, ഇവർക്ക് രണ്ടുപേർക്ക് അറിഞ്ഞുകൂടാ, സമയം ഞാൻ പറഞ്ഞു കൊടുക്കില്ല, നിങ്ങളിൽ ആർക്കാണ് എന്നെ നല്ലപോലെ അറിയാന്നുള്ളത് ഞാൻ ഇപ്പൊ നോക്കും. ഇപ്പൊ ഞാൻ വിലയിരുത്തും അമ്മ വേണോ തങ്കച്ചി വേണോ എന്നുള്ളത്. അപ്പം എനിക്ക് നല്ലപോലെ അറിയാം നിന്നെ. എന്റെ തനിക്കൂടെ അറിയാന്നല്ല. അപ്പൊ ഗൈസ്, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ആരാണ് ഉത്തരം അറിയാന്നുള്ള എ പെട്ടെന്ന് കൈ വെക്കണം. നിങ്ങൾ എ, നീ ബി. അപ്പൊ കൈ വെക്കണം, കിണിക്കേ. അപ്പൊ കൈ വെക്കിയിട്ട് ഉത്തരം പറയണം, കേട്ടല്ല? ക്യാമറ നോക്കിയിട്ട് ഉത്തരം പറയാം. കൈ വെക്കണം, ഉത്തരം ക്യാമറ നോക്കിയിട്ട് പറയണം. ഓക്കെ? എന്നിട്ട് എന്നെ നോക്കി കോപ്പി അടിക്കരുത്. ചളു. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മൈ ഷൂ സൈസ് പറ. അറിയാന്നുള്ളവരാണ് കൈ. എന്തിനു മണ്ടറിയവര്. നിന്നെ വിളിച്ചാടാ ഞാൻ. ചെരുപ്പോ ഏതായാലും മതി. 8. എന്റെ ചോദിച്ചാ 7 കറക്റ്റ്. എന്റെ അമ്മ തോറ്റ. എന്റെ ചെരുപ്പിന്റെ സൈസ് പോലും അറിഞ്ഞൂടാത്ത അമ്മയാണ് അത്ര അമ്മ. ഓക്കെ, വാട്ട് ഈസ് മൈ ബിഗ്ഗസ്റ്റ് ഫിയർ? വലിയ പേടിയാ. എന്റെ ഏറ്റവും വലിയ പേടി എന്തോന്നാണെന്നുള്ളത് കൈ നോക്കിയിട്ടാണ് ഉത്തരം പറയാൻ. കൈ പൊക്കണം ഉത്തരം പറയണമെങ്കിൽ. രാത്രി ആരാ പിടിക്കാൻ വരണം എന്നുള്ളത്. ഓ, അപ്പൊ നിന്നെ തന്നെ ഞാൻ കല്യാണം കഴിക്കും. എല്ലാവരും കറക്റ്റ് ആയിട്ട് അറിയാം. അപ്പൊ ഉടനെ നമ്മളെ കല്യാണം ഉണ്ടാവും ഗൈസ്. ഇനി കല്യാണം ഉണ്ടാവും, അത് ഉറപ്പാണ് ഉടനെ ഗൈസ്. രാത്രി എന്നാരോ പിടിക്കുകയാണ്, അതാണ് എന്റെ ഏറ്റവും വലിയ പേടി. രാത്രി അയ്യോ കൊണ്ടുപോയേ, എന്നെ കൊന്നേ, എന്നെ പിടിച്ചോണ്ടോണേ എന്ന് പറഞ്ഞില്ലേ രാത്രിയാകുമ്പോ. ഞാനാണ് ഗൈസ്. എനിക്ക് ഇരുട്ടും പേടിയാണ്. ഇരുട്ടാണ് ആക്ച്വലി കറക്റ്റ്, പക്ഷെ രാത്രി പേടി അത് കറക്റ്റ് ആണ്. ഇവിടെ ഒന്നുമില്ല. എന്റെ ചേട്ടന് ലൈഫ്. അടുത്ത, വാട്ട് ഈസ് മൈ ഫേവറേറ്റ് ഫുഡ്? കൈ പൊക്കിയിട്ടാണ് ഉത്തരം പറയാൻ. ഇപ്പഴാ? ഓ, ബിരിയാണി. വാളൊരു ഉത്തരം ഇല്ലേ? ഞാൻ ആലോചിക്കട്ടെ, 2 സെക്കൻഡ് തരണം. അമ്മ കൈ വയ്ക്കുമ്പോ ഉത്തരം പറഞ്ഞു. ബിരിയാണി ഞാൻ പറഞ്ഞു. യെസ് ഗൈസ്, ഓൾ ടൈം ഫേവറേറ്റ്. ഉത്തരം തീർന്നായിരുന്നു. എല്ലാ ദിവസവും കൈയൊക്കെയാണ് ഗൈസ്. ഓൾ ടൈം ഫേവറേറ്റ് എനിക്ക് ബിരിയാണിയാണ്. ബിരിയാണിക്ക് വേണ്ടി ഏത് അറ്റം വരെ പോകാനും ഞാൻ റെഡിയാണ് ഗൈസ്. ബിരിയാണിയാണ് എനിക്ക്. ചിക്കൻ കഴിക്കാൻ വയ്യ. ചിക്കൻ ഞാൻ കഴിക്കും, കാരണം ചിക്കൻ കഴിക്കുമ്പോൾ എനിക്ക് കുരു കാണുന്നുണ്ട് ഗൈസ്. അപ്പം ചിക്കൻ ഞാൻ കഴിക്കൂല, അതുകൊണ്ട് ഞാൻ ബിരിയാണി കഴിക്കും. അതുപോലെ ഞാൻ ഫിഷ് കഴിക്കും. ബിരിയാണി, ചോറൊക്കെ എനിക്ക് ഇഷ്ടം. നാളെ ഞാൻ ഇവിടെ ബിരിയാണി കഴിക്കും. നാളെ എൻ്റെ മറപ്പേൻ്റെ ബർത്ത്ഡേ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡു ഐ സ്പെൻഡ് മോസ്റ്റ് ഓഫ് മൈ മണി ഓൺ? അതായത് എന്റെ മണി ഞാൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യണ ഏത് കാര്യത്തിലാണ്? പെർഫ്യൂം. അമ്മയ്ക്ക് ഉത്തരവില്ലേ? അമ്മയ്ക്ക് ഒരുപാട് ഉത്തരങ്ങളുണ്ട് പറയാൻ. ഞാൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യണത് ഗൈസ്. അറിഞ്ഞുകൂടാത്തത് അവന് പാസ് ചെയ്ത് കൊടുക്കേ. ഇപ്പൊ ഓക്കെ, ഇപ്പൊ ഗൈസ് അവനും ഉണ്ടാക്കും കൂട്ടത്തിൽ, അതാണ് ട്വിസ്റ്റ്. ഓക്കെ, മാള് ചെരുപ്പല്ലേ അറിഞ്ഞ? ഞാൻ പെർഫ്യൂം. അമ്മയ്ക്ക് മക്കള് അങ്ങനെയൊന്നുമില്ല, എല്ലാ കാര്യങ്ങൾക്കും വീട്ടിലെ കാര്യങ്ങൾ എല്ലാത്തിനും. ഓ, അങ്ങനെയല്ല, ഞാൻ ഏറ്റവും കൂടുതൽ മണി സ്പെൻഡ് ചെയ്യണ ഒരു കാര്യമുണ്ട്. തുണി, ബാഗ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളില്. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ലിപ്സ്റ്റിക്. എവരാ നീ കളയണ്ടായിട്ട്? My love, you are my soul. Guys, fix. മാമി വിളിച്ചിട്ട് എൻഗേജ്മെന്റ് ഡേറ്റ് എടുക്കാൻ പറ ഗൈസ്. ഓണം കഴിയിട്ട് അമ്മയാണ് അത്രയും അമ്മ. ഇവരിവിടെ അവരെ കൊലീസിൽ എത്ര അമ്മ നോക്കുന്നതാണ്. എന്റെ അമ്മ ഇതിൽ തോറ്റ് ഗൈസ്. ലിപ്സ്റ്റിക്കിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ പൈസ ചിലവാങ്ങുന്നത്. എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. എനിക്കൊരു വിഷമം വരുമ്പോൾ വരെ ഞാൻ ഇരുന്ന് അത് കോൺഷ്യസ്ലി അൺകോൺഷ്യസ്ലി എനിക്ക് അറിയാം. ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്ത് ഞാൻ ഇങ്ങനെ ലിപ്സ്റ്റിക്ക് നോക്കും, എൻ്റെ കയ്യിൽ ഏത് ബ്രാൻഡില്ല, എടുക്കാം, ഏത് ലിപ്സ്റ്റിക് എടുക്കാം. പക്ഷെ എന്തെടുത്താലും എനിക്ക് ഒരേപോലെയാണ്. പക്ഷെ ആ ഒരു ലിപ്സ്റ്റിക് ആകുമ്പോൾ എൻ്റെ സങ്കടവും മാറാം. എൻ്റെ കാര്യം എന്തായിരുന്നു എനിക്ക് അറിഞ്ഞൂടാ. മേ ബി എനിക്ക് എന്തെങ്കിലും പ്രശ്നം വട്ടമുള്ളതുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കണം, 1 ലിപ്സ്റ്റിക്ക്, 2 ഫുഡാണ് ഗൈസ്. ഓക്കെ, ലവ് കുറച്ച് ഞാൻ നീങ്ങിയിരിക്കോ? കുറച്ചുകൂടെ കാണാൻ വയ്യ ലവിനെ.
അടുത്ത ക്വസ്റ്റ്യന് വാട്ട് വാസ് മൈ ഫസ്റ്റ് സാലറി? എന്റെ ഫസ്റ്റ് സാലറി അത് യൂട്യൂബോ അതോ അല്ലെങ്കിൽ ഞാൻ മുമ്പ് ചെയ്ത എയർ ജോലി എനിക്ക് ആദ്യം കിട്ടിയ പൈസ 10,000. അല്ല മക്കളെ, ട്യൂഷൻ പഠിപ്പിച്ച് കിട്ടിയത് 300. 300 ആ 300. യെസ് 300. അന്ന് ഞാൻ ഡവിന്റെ സോപ്പൊക്കെ വാങ്ങിച്ച് കുളിച്ച് കഴിച്ചു. ലല്ല നിങ്ങൾക്ക് തന്നില്ലേ ഞാൻ എന്തൊക്കെ കുറച്ച് അടുത്ത് പിന്നെ 300 രൂപ ഞാൻ എന്തൊരു കണക്ക് കഴിയേ. ഞാൻ ഡവിന്റെ സോപ്പ് ഒരു എണ്ണ ഒക്കെ ഞാൻ വാങ്ങിച്ച് കഴിച്ചു. ആ സമയത്ത് സൺസ്ക്രീൻ വാങ്ങിച്ച് ഞാൻ ട്യൂഷൻ പഠിപ്പിക്കാൻ പോയിക്കൊണ്ട സമയത്ത്. ഗൈസ് ഇപ്പം സ്കോർ മാളു എന്ന് കൂടുതൽ നിൽക്കുന്നത്. അല്ല എനിക്ക് 2 ആ നീ എന്നെ ഓക്കെ ഇവർ ഈക്വൽ. എന്റെ അമ്മ 0 1. ആ പേടി അത്ര പറഞ്ഞോളൂ. അടുത്ത ഗേൾസ് ഐ ട്രസ്റ്റ്. അത് ചാടി കയറി പറയല്ലേ അത് കൈ പൊക്കണം ഉത്തരം പറഞ്ഞെങ്കിൽ. ഗേൾസ് ഐ ട്രസ്റ്റ് ഞാൻ വിശ്വസിക്കുന്ന പെൺകുട്ടികൾ. കൈ പൊക്കിയിട്ട് പറയാം. നീ വിശ്വസിക്കുന്ന പെൺകുട്ടി? ആ ഞാൻ അങ്ങനെ എല്ലാരും വിശ്വസിക്കുന്ന ടൈപ്പ് അല്ല. കൂടെ നിന്ന് കാല് വരുന്നവരാണ് എല്ലാവരും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കൂല. അപ്പൊ ഞാൻ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, 3-4 പെൺപിള്ളേര്. ആ പെൺപിള്ളേരിൽ ഒരാളെ പേരെങ്കിലും പറയൂ. മീനാക്ഷി, ഗോപിക ചേച്ചി, ശരണ്യ, പിന്നെ നീതു, അഞ്ജന. നാളുണ്ടാ അവള് പറഞ്ഞ ഉത്തരത്തിന് നിങ്ങൾ കൂട്ടുപിടിച്ച് പറയേ. ഗൈസ് ഇവർ ഇത്രയും പേരെ ഞാൻ വിശ്വസിക്കുന്ന ആൾക്കാര്. നീതു അഞ്ജന പറഞ്ഞോളൂ. അപ്പൊ അമ്മയ്ക്കും പോയിന്റ് കൊടുക്കാലോ. ആയിരിക്കട്ടെ 2 പോയിന്റ്. അപ്പൊ അയ്യോ എന്റെ എന്റെ ഗേൾ ഫ്രണ്ട്സിനെ കുറിച്ചിട്ട് ഗിഫ്റ്റ് ഉണ്ട്. ലാസ്റ്റ് ആരായാലും ഗിഫ്റ്റ് ഉണ്ട്. നല്ലൊരു നിൽക്കുന്നവർക്ക് എന്തായാലും ഗിഫ്റ്റ് ഉണ്ട്. അപ്പം അവര് പറയണ സാധനം വാങ്ങിച്ചു തരും. ആരായാലും ആരാണ് ജയിക്കണം അവരെന്ത് സാധനം പറഞ്ഞാലും വാങ്ങിച്ചു തരും. ഓക്കെ ഗൈസ് എന്റെ അമ്മയ്ക്ക് 2, മാളൂന് 3. ഞാൻ അങ്ങനെ എനിക്ക് എൻ്റെ ലൈഫിൽ മോസ്റ്റ് ഓഫ് ദ ടൈമും പെണ്ണുങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. മറ്റേ ഒരു പെണ്ണിന്റെ ശത്രു മറ്റൊരു പെണ്ണാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം എനിക്ക് അങ്ങനെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. എല്ലാവരും അല്ല. അപ്പോൾ എനിക്ക് അങ്ങനെ വിശ്വസിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ആ ആൾക്കാരുടെ പേരാണ് അവരിപ്പം പറഞ്ഞത്. ഓഫ് കോഴ്സ്. അടുത്തത് വിച്ച് ഫുഡ് ഡു ഐ അബ്സല്യൂട്ട്ലി ഡിസ്ലൈക്ക്? അതായത് ഒരു ഫുഡ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. കൈ വെക്കിയിട്ട് വേണം പറയാൻ. അല്ലാതെ അബ്സല്യൂട്ട്ലി ഡിസ്ലൈക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തത്. ഇപ്പൊ ഇഷ്ടമല്ലാത്ത എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഇപ്പോഴും മുമ്പ് ചിക്കൻ അല്ല മക്കളെ. ചിക്കൻ എനിക്ക് ഇഷ്ടമായിരുന്നു. ഇഷ്ടമായ അങ്ങനെയല്ല കഴിച്ചുകൂടാത്തോണ്ടാണ്. അല്ല കുഴപ്പമൊന്നുമില്ല. ഡിസ്ലൈക്ക് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഫുഡുണ്ട്. പൊറോട്ടയൊക്കെ ഞാൻ കഴിക്കും. മാളു 2 പോയെ. അടുത്ത അങ്ങോട്ട് കൈ പൊക്കിയിട്ട് ഉത്തരം അറിയെങ്കിൽ പറയേ. എന്തുവാന്ന് പറഞ്ഞിരിക്കണത്. ആ പറയും. കാണായിരുന്നു നിങ്ങളവിടെ ഓപ്ഷൻ ഒന്നുമില്ല. ഇത് എന്തൊരു കഷ്ടം. എന്റെ അമ്മയെ സഹോദരി എന്റെ കെട്ടാൻ ചെറുക്കൻ ഇരിക്കണം. അവർക്ക് ആർക്കും എന്നെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ. പുട്ട് എനിക്ക് ഇഷ്ടമാണ്. പുട്ടും ബീഫൊക്കെ ഞാൻ ഇപ്പം തിന്നും. പുട്ടും കടലക്കറി പുട്ടും എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സാധനം ഉണ്ടായിരുന്നു എന്ന് വേണമെന്നാണെങ്കിൽ പറയാം. ഇപ്പൊ ഇഷ്ടമുണ്ട്. ഞാൻ കഴിക്കും ഇപ്പൊ. അത് അല്ല ഞാൻ കഴിക്കും. എനിക്ക് നിനക്കും ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് അത്. എന്നും ഉണ്ടാക്കണ്ട ദോശയുടെ കേട്ടല്ലോ ഗൈസ്. തോറ്റാ ഞാൻ പറയട്ടാ. ചൂരമീൻ ഇപ്പൊ ഞാൻ കഴിക്കും. അതല്ലേ ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാൻ കഴിക്കുമെന്ന്. മങ്കടയൊക്കെ ഞാൻ കഴിക്കും. ചൂരമീൻ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ഗൈസ്. എനിക്കൊരു ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ചൂരമീൻ കഴിക്കും. എനിക്ക് ചൂരമീൻ കാണുമ്പോൾ ഞാനും അവരുടെ ഒരു സാധനത്തിന് അത് ഉപമിക്കും. ഞങ്ങൾക്കത് കുണ്ടി പോലെ തോന്നും ചൂരമീൻ കാണാൻ. അതുകൊണ്ട് എനിക്കിങ്ങനെ മീനിന്റെ കുണ്ടി തിന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഗൈസ് അതുകൊണ്ട് ചൂരമീൻ എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഇപ്പം ഞാൻ കഴിക്കും. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്നാണ് വർഷങ്ങളായിട്ട് ചൂരമീൻ കഴിക്കാതെ ഞാൻ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് കഴിച്ച ശേഷം ഞാൻ സ്ഥിരം കഴിക്കാറുണ്ട്. എനിക്കിഷ്ടമാണ് ചൂരമീൻ. തുണ്ടത്തിലൊക്കെ വെട്ടി പൊരിച്ച് സവാളയൊക്കെ ഇട്ട് മാക്കനടിക്കും ഗൈസ്. ഓക്കെ വാട്ട്സ് 1 ടാലന്റ് ഓർ സ്കിൽ ഐ വിഷ് ഐ ഹാഡ്? അതായത് ഒരു ടാലന്റ് അല്ലെങ്കിൽ ഒരു സ്കില്ല് അതെനിക്ക് വേണം എന്ന് ലൈക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളത്. എനിക്ക് ആ സ്കില്ല് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇവിടെ പറയുന്ന എൻ്റെ ഒരു ആഗ്രഹം. ഡാൻസ്. ഓക്കെ എന്റെ അമ്മ അവിടെ ഇരുന്ന് ആലോചിക്കണം. അയ്യോ നാളെ ചൂര തുണ്ട വച്ച് പൊരിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കണം. ആ ചിക്കൻ അങ്ങനെ
ഓക്കെ ഗൈസ്, ഡാൻസ് ആണ് സ്കില്ല്. ഒന്ന് പറഞ്ഞോട്ട് ഗൈസ്, ഡാൻസ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച സ്കില്ല്. എനിക്ക് അങ്ങനെ ഉണ്ടാണ്. എനിക്ക് ക്ലാസിക് മറ്റേ ഇതല്ല, സിനിമാറ്റിക് അല്ല, എനിക്ക് ക്ലാസിക്കലൊക്കെ ഇങ്ങനെ കളിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് ഗൈസ്. അപ്പൊ പഠിച്ചൂടെ? പക്ഷെ പഠിക്കാൻ എനിക്ക് ടൈം ഇല്ല ഗൈസ്. ഒന്ന് ഞാൻ എല്ലാ കാര്യവും ഞാൻ എഡിറ്റ് ചെയ്യണം, വീഡിയോ എടുക്കണം, എല്ലാ കാര്യവും ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഞാൻ ഡാൻസ് കൂടെ പഠിക്കാം. അപ്പൊ ഇത് ഞാൻ ശരീരയാവും. അപ്പൊ ഇവർക്കൊക്കെ സന്തോഷമാവും ഗൈസ്. അപ്പൊ സ്കില്ല് മാളു പെട്ടെന്ന് അങ്ങോട്ട് ആക്റ്റീവ് ആയിട്ടിരി. അടുത്ത ക്വസ്റ്റ്യൻസ് വരണം. വാട്ട് ഈസ് മൈ, ഇപ്പൊ ഞാൻ പറഞ്ഞ കൈ പൊക്കിയിട്ടാണ് ഉത്തരം പറയും. വിളിച്ചു പോയി പറയണവർക്കില്ല, കൈ പൊക്കണം ആദ്യം. വാട്ട് ഈസ് മൈ ഫേവറേറ്റ് ആനിമൽ? ഞാൻ പറഞ്ഞു ആദ്യം ഞാനാണ് പറഞ്ഞ ഓക്കെ വെയിറ്റ്, ഡോഗും കാറ്റും. ഞാൻ ചോദിച്ച ആനിമൽസ് അല്ല, ആനിമൽ. ഒരു ആനിമലേ പറയാവൂ പെട്ടെന്ന്. ഓക്കെ, കാറ്റ് അല്ല ഡോഗ് ഗൈസ്. അപ്പം അവർക്ക് രണ്ടുപേർക്കും ഞാൻ പോയിന്റ് കൊടുക്കണം. അപ്പൊ അവിടെ ഇരിക്കില്ലേ എന്റെ അമ്മ ഇങ്ങനെയൊക്കെ. ഇതൊക്കെയാണെന്ന് എനിക്കറിയാം. ഇവിടെ എല്ലാരും കൂടെ കിടന്ന് വിളിച്ചുകൊണ്ട് മത്സര ബുദ്ധിയില്ലാത്തൊരു അമ്മ തന്നെ ഗൈസ്. എനിക്ക് പൂച്ചയും പട്ടി എനിക്ക് ഒരേപോലെ ഇഷ്ടമാണ്. പക്ഷേ ഈ പൂച്ചകൾക്ക് ഒരു ചെറ്റ സ്വഭാവം ഉണ്ട് ഗൈസ്. കൊഞ്ചിക്കാൻ ചെല്ലുമ്പോൾ വേണമെങ്കിൽ മുഖത്തൊക്കെ ഇട്ട് ഒരള്ള കള്ളിയിട്ട് പോകും. ചുമ്മാ ഇരിക്കുമ്പോഴത്തേക്ക് വന്ന് നമ്മളെ സ്നേഹിക്കാൻ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് നമ്മളെ ദേഹത്ത് അവർ കാല് വെച്ച് വാമപ്പ് ചെയ്തിട്ട് നമ്മളെ പോന്തിയൊക്കെ വിട്ടിട്ട് പോകും. അപ്പം പൂച്ചക്കാലം എനിക്ക് ഇഷ്ടം ഡോഗാണ്. പക്ഷെ രണ്ടും ഒരേപോലെ, പക്ഷെ ഒരു പിടി ഡോഗാണ്. കാരണം എന്താണെന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ അവർ കാത്തിരിക്കും നമുക്ക് വേണ്ടിയിട്ട്. എൻ്റെ അച്ഛൻ അതേ കണക്കിരിക്കും. അച്ചു, സോറി ഗൈസ്, അച്ചു അല്ല, അച്ഛനെ നിങ്ങൾ എല്ലാവരും കണ്ടായിരിക്കും. അച്ചു ഇപ്പോൾ അച്ചുവിനെ സ്വന്തമായിട്ട് വിളിക്കുന്ന സുന്ദരി എന്നാണ്. അച്ചുവിനെ നമ്മൾ അച്ചു വിളിക്കുമ്പോൾ അച്ഛൻ നോക്കും. സുന്ദരി എന്ന് വിളിക്കാൻ മാത്രമേ അവൾ യെസ് ഞാൻ എന്നുള്ളതാണ്. എന്ത് ചെയ്യാം, അവളിപ്പം ബ്യൂട്ടി കോൺഷ്യസ് ആയി. ബ്യൂട്ടി ബ്ലോഗറിന്റെ മോളാകുമ്പോൾ അവൾ അങ്ങനെ കോൺഷ്യസ് ആവുമല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ഐ കുഡ് ഓൺലി വിയർ 3 മേക്കപ്പ് പ്രോഡക്ട്സ്, വാട്ട് ആർ ദേ? ഒന്നുകൂടെ പറഞ്ഞുതരാം. കൈ പൊക്കിയിട്ടാണ് ഉത്തരം പറയും. ഇവിടെ ഒന്നും പറയരുത്. അതായത് ഒരു 3 മേക്കപ്പ് പ്രോഡക്ട്സ് എനിക്ക് ഇടാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഏതൊക്കെ ആയിരിക്കും 3 മേക്കപ്പ് പ്രോഡക്ട്സ്? ഓരോരുത്തർ ഇത് എന്തൊരു കഷ്ടം. ഇത് 3 പറയണം. 3 മേക്കപ്പ് പ്രോഡക്ട്സ്. ഞാൻ ഇത് 3 എനിക്ക് ഇടാൻ പറ്റുള്ളൂ. അത് ഏതൊക്കെ ആയിരിക്കും ഞാൻ സെലക്ട് ചെയ്യണം. മാളോട് ആദ്യം കൈ വയ്ക്കുന്നത്, പിന്നെ ആബിയാണ് കൈ വയ്ക്കുന്നത്, പിന്നെ അമ്മ. അപ്പൊ ആദ്യം മാള് പറയണേക്കാം. മാള് പറഞ്ഞോ. ഐബ്രോ, ബ്ലഷ്. ഓക്കെ, അബി തല ഇങ്ങോട്ടുണ്ട്, ഇവിടെ കിടക്കണത് ലിപ്സ്റ്റിക്. ഇവിടെ ഉറച്ചു പറയണാ. ഓക്കെ, സോറി ഗൈസ്, അവൻ ലിപ്സ്റ്റിക്കും അത്ര അറിയോ. അമ്മാറ മാള് പറഞ്ഞത് ലിപ്സ്റ്റിക്കും ഇങ്ങനെ നീ കണ്ണില് പിള്ളി ഇങ്ങനെ തേക്കില്ലേ ആ സാധനം, പിന്നെ ഇങ്ങനെ പെട്ടണ സാധനം. ഇത് ഏകദേശം ഓക്കെയാണ്. പക്ഷെ അല്ല, ലിപ്സ്റ്റിക്ക് വേണം, മസ്കാര വേണം, ഐബ്രോ വേണം. അല്ലാതെ എനിക്ക് ബ്ലഷ് വേണമെന്ന് നിർബന്ധമില്ല ഇപ്പം. ഓക്കെ, അപ്പൊ നിങ്ങൾ 3 പോയിന്റ് ഇല്ലേ ഇവിടെ? സംതിങ് ഐ കാൺട്ട് ലീവ് വിത്തൗട്ട്. അതായത് കൈ പൊക്കിയിട്ട് ഉത്തരം പറയൂ. ഒരു സാധനം ഇല്ലാതെ എനിക്ക് ജീവിക്കാനേ പറ്റൂല. ലിപ്സ്റ്റിക്. ഇതെന്താ അമ്മ മാണു കോപ്പി അടിച്ച് പറയണത് ഗൈസ്? ഇപ്പൊ ഈ അടുത്ത സമയത്ത് നിനക്ക് ലിപ്സ്റ്റിക് ഇല്ലാതെ പറ്റൂല. ഈ അടുത്ത സമയത്ത് എത്രയാ യൂട്യൂബ് തുടങ്ങിയ എനിക്ക് ലിപ്സ്റ്റിക് ഇല്ലാതെ പറ്റൂല ഗൈസ്. ലിപ്സ്റ്റിക് ആണ്. കാരണം ലിപ്സ്റ്റിക് ഇല്ലാതെ എനിക്ക് പറ്റില്ല. ഫോണില്ലാതെ ഞാൻ ജീവിക്കും. പക്ഷെ ലിപ്സ്റ്റിക് ഇല്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ്. ലിപ്സ്റ്റിക് ഇല്ലാതെ ഐ കാൺട്ട്. അടുത്ത ക്വസ്റ്റ്യൻ. വുഡ് ഐ എവർ ഡേറ്റ്? കൈ പൊക്കിയിട്ടാണ് പറയാം. ഞാൻ എന്തെങ്കിലും ഡേറ്റിങ്ങിനായിട്ട് പോയിട്ടുണ്ടോ എന്ന്. വുഡ് ഐ എവർ ഡേറ്റ്? ഡേറ്റിങ്ങിനായിട്ട് ഞാൻ പോയിട്ടുണ്ടോ? യെസ്. അമ്മയ്ക്ക് തരില്ലേ? അറിഞ്ഞൂടല്ലേ? അവര് ഞാൻ ഡേറ്റിങ്ങിന് പോയിട്ടുണ്ടാ? ഓ, ഈ കാര്യം സംസാരിക്കില്ല. ഈ കാര്യം സംസാരിച്ച് 10 പേര് അറിഞ്ഞാലോ ഭാവിയിൽ കെട്ടാളില്ലേ ഗൈസ്. ഞാൻ ഡേറ്റിങ്ങിനായിട്ട് പോയിട്ടില്ല ആളു. ഡേറ്റിങ്ങിനായിട്ട് മീൻസ് കോഫി ഡേറ്റ് അങ്ങനെയൊക്കെ ഇല്ലേ? കോഫി ഡേറ്റ്, ഫിലിം ഡേറ്റ്. ഫിലിം ഡേറ്റ് ഫിലിം ഡേറ്റ് ഞാൻ പോയിട്ടുണ്ട്. ഓഫ് കോഴ്സ് എനിക്ക് ഇഷ്ടമുള്ള ആളോട് ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ അത് മറ്റേ ഡേറ്റ് ചെയ്തിട്ട് കളയണം അങ്ങനത്തെ സംഭവമല്ല, അല്ലാതെ പോയിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഞാൻ പോയിട്ടുണ്ട് ഗൈസ്. ഡേറ്റ്, ഫിലിം ഡേറ്റിന് ഞാൻ പോയിട്ടുണ്ട്. ഡു ഐ ഹാവ് എ ബോയ് ഫ്രണ്ട്? എന്റെ ബോയ് ഫ്രണ്ട്. ഓക്കെ, അമ്മ നോ. മാളു സ്നോ. സ്നോ പറ. എന്നുവെച്ചാ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കും. എന്റെ ബോയ് ഫ്രണ്ട് അവര് കണ്ടുപിടിച്ച്. അത് നമ്മളെ റിലേഷൻഷിപ്പ് ആണ് നീക്കോടെ റിവീൽ ചെയ്തത്. എനിക്ക് വേറെ ബോയ് ഫ്രണ്ട് ഉണ്ടാ? ഇല്ല, അബിക്കുട്ടായി ഉണ്ടാ? പിന്നെ യെസ് എന്ന് പറഞ്ഞത് എനിക്ക് ഡൗട്ട് ഉണ്ടോ തോന്നുന്നു ഗൈസ്. അപ്പൊ മാളുവിന്റെ ഉത്തരം സ്നോ ആണ്, അമ്മയുടെ ഉത്തരം നോയാണ്. ഞാൻ അമ്മയുടെ കൂടെ പോകുന്നു. നോയാണ് ഗൈസ്.
എനിക്ക് സ്നോ എന്നൊക്കെ പലത് തോന്നും, പക്ഷെ നോയാണ്. ഓക്കെ, വാട്ട് ഈസ് മൈ ഫേവറേറ്റ് ബുക്ക്? അതിന് എനിക്കുള്ള ക്വസ്റ്റ്യൻ. നമുക്ക് വായിക്കും. വാട്ട് ഈസ് മൈ ഫേവറേറ്റ് ബുക്ക്? പഠിക്കണ ബുക്ക് തന്നെ വായിക്കാൻ വലിയ പാടാണ്. കൈ വെക്കണം, കൈ വെക്കുന്ന ഉത്തരം പറയാം. എവിടെ എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് ആർക്കും വേണം ഗൈസ്. മൈ ഫേവറേറ്റ് ബുക്ക് നീർമാതളം പൂത്ത കാലം. ഞാൻ 2 തവണ വായിച്ചിട്ടുണ്ട്, എനിക്കതാണ് ഇഷ്ടം. ഓക്കെ, അത് മാത്രമേ അജുബായി നല്ല ഞാൻ ആകെ ചെയ്തു. ഓക്കെ ഗൈസ്, അടുത്ത ക്വസ്റ്റ്യൻ. യൂട്യൂബ് ഇല്ലായിരുന്നുണ്ടെങ്കിൽ എന്തായിരുന്നു എൻ്റെ ആഗ്രഹം? ഞാൻ വളർന്ന് പഠിച്ച ശേഷം എന്തായിരുന്നു എൻ്റെ ആഗ്രഹം? ഓരോരുത്തരായിട്ട് കൈവക്കണം പ്ലീസ്. ഓക്കെ, എന്തായിരുന്നു എൻ്റെ ആഗ്രഹം? അതായത് ഞാൻ പഠിച്ചിട്ട് ഇടിച്ച് പറയട്ടടി മാളൂ, ഞാൻ പഠിച്ചിട്ട് എന്ത് ജോലി ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. കൈവെക്കോ? ഇനി ഞാൻ ബുക്കൂല. എന്തരമ്മ? PSC SSC ഒക്കെ പഠിച്ച ഒരു ഗവൺമെന്റ് ജോലി വാങ്ങിക്കണം ഞാൻ പറയുമായിരുന്നു, എപ്പോഴും പറയുമായിരുന്നു. ഇത് മറ്റേ ഇതൊക്കെ ഇപ്പഴുണ്ടായതല്ലേ, മേക്കപ്പ് യൂട്യൂബർ ആയതിനു ശേഷമല്ലേ അതൊക്കെ പഠിച്ചത്. അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് 4 പോയിന്റ്. 4 പോയിന്റ്. ഓക്കെ അബി, എന്തെങ്കിലും പറയാൻ? ഉത്തരം പറഞ്ഞു ഗൈസ്. അതായിരുന്നു എൻ്റെ ആഗ്രഹം. കേട്ടോളിയൻ, അതായിരുന്നു ഗൈസ് എൻ്റെ ആഗ്രഹം. ബിക്കോസ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, പക്ഷെ അതിന് മുമ്പുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പഠിച്ച് എനിക്കൊരു ജോലി. അത് മീൻസ് അതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അതായിരുന്നു എൻ്റെ ബ്രെയിനിൽ എല്ലാവരും കൂടെ തന്നത്. മൈ ബെസ്റ്റ് ഫ്രണ്ട് ഇൻ സ്കൂൾ. അതായത് ഞാൻ സ്കൂളിൽ പോയില്ലേ നഴ്സറി വിട്ടിട്ട്, നമുക്കറിയണോ ഇവർക്ക് എന്തൊരു ഉച്ചയാകുമ്പോൾ ഉറക്കം, രാവിലെ ആകുമ്പോൾ ഉറക്കം, രാത്രി മറ്റേ എണീറ്റിരുന്നാണ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്റെ കോളേജിലൊന്നുമല്ല, എന്റെ സ്കൂൾ ടൈമിലെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. സ്കൂൾ ടൈമിലെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അതല്ല, നഴ്സറി കഴിഞ്ഞ് ഞാൻ നേരെ സ്കൂളിലോട്ട് പോയപ്പോ UKG 1, 2 അല്ല, നീ തന്നെ, പക്ഷെ തൂ അല്ല, നിവേദിത അല്ല. അയ്യോ അമ്മ മറ്റേ തേരേറിപ്പോ പോയി വീട്ടിരിക്കുമല്ലേ, അഞ്ചാകലല്ല. ഓക്കെ, പെട്ടെന്ന് ആരെങ്കിലും കൈ വെക്കണം. ആർക്കെങ്കിലും അറിയാമോ? കഴിഞ്ഞ നീരജ. ഓക്കെ, മനസ്സിലായി. അമ്മയെന്ന് പറഞ്ഞ ഒരാളോട് ഉണ്ട്, പക്ഷെ ഒന്നും അറിഞ്ഞൂടാ. ഞാൻ അപ്പൊ നിന്റെ LKG UKG 1ാം ക്ലാസ് ഫ്രണ്ട് ഓർമ്മിച്ചു. എനിക്ക് വേറെ എന്തെല്ലാം ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഐ ഡിസ്ലൈക്ക് ദ മോസ്റ്റ് അബൌട്ട് മൈസെൽഫ്? എന്റെ കാര്യത്തില് ഞാൻ ഏറ്റവും കൂടുതൽ ഡിസ്ലൈക്ക് ചെയ്യുന്ന ഒരു കാര്യം, എന്റെ ഒരു ഇതില് കൈ പൊക്കിയിട്ടാണ് ഉത്തരം പറയാം. അല്ലാതെ അതായത് വാട്ട് ഐ ഡിസ്ലൈക്ക് ദ മോസ്റ്റ് മൈസെൽഫ്, അതായത് എന്റെ ക്യാരക്ടറിൽ അല്ലെങ്കിൽ എന്റെ സ്വഭാവത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു എന്റെ ക്യാരക്ടർ, എന്റെ കാര്യത്തിൽ ഞാൻ ഇഷ്ടപ്പെടാത്തൊരു സാധനം, എന്നിൽ ഞാൻ ഇഷ്ടപ്പെടാത്തൊരു സാധനം. മനസ്സിലായോ? നിനക്ക് ഇഷ്ടമുള്ളത് നിന്റെ സാധനം. ഉടനെ നമ്മൾ കെട്ടേണ്ടി വരും. ഓക്കെ ഗൈസ്, എനിക്ക് എന്നിൽ ഏറ്റവും ഇഷ്ടമുള്ള ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ ദേഷ്യപ്പെടും. എനിക്ക് ദേഷ്യപ്പെടാൻ എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ ഞാൻ ദേഷ്യപ്പെട്ട് പോകും. ചുമ്മാ ഇരിക്കും, ഞാൻ ദേഷ്യപ്പെട്ട് പിന്നെ എനിക്ക് റിഗ്രഷൻ, എന്തിനും ദേഷ്യപ്പെട്ടെ ഞാൻ ആലോചിക്കും. ദേഷ്യമാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു മെയിൻ പ്രശ്നം. അടുത്ത ക്വസ്റ്റ്യൻ. ദ സോങ് ഐ ആം ലിസണിങ് ടു റൈറ്റ് നൗ, അതായത് ഈ ഇടയ്ക്ക് ഞാൻ എപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന പാട്ട്. എന്തിന്? രാഘവ രാമ. അതല്ല, ഈ ഒരു 2 ആഴ്ചക്ക് മുമ്പായിരുന്നു ആ പാട്ട്. തമിഴ് പാട്ടാണ്. സിനിമ പാട്ട്. നീ ഹെഡ്സെറ്റ് വെച്ചാണ് രായനിലെ പാട്ടാണോ? അതാണോ നീ ഉദ്ദേശിച്ച? അല്ല, മറ്റത് വാട്ടർ പാക്കറ്റ്. അതല്ല, നീ ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് കേൾക്കണേ. പിന്നെ നമുക്ക് അങ്ങനെ അറിയാം. ഇവിടെ ഇട്ടിട്ടുണ്ട് ഞാൻ പാട്ട്, എപ്പോഴും ഇട്ടോണ്ടിരിക്കണം കേട്ടോ. എടാ നീയല്ലേ എപ്പോഴും ഇവിടെ ഇരിക്കണ? പറ. പോടാ ചോട്ടെ, പാട്ടൊന്നും ഇടരുത്. സോ ഗൈസ്, അറിഞ്ഞൂടല്ല, ജോഡി എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്, പ്രശാന്തിന്റെ ഐശ്വര്യ റോയുടെ. ആ സിനിമയില് വെള്ളിമലരെ, ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനതിപ്പോ ഒരു ദിവസം 4-5 ആണ് ഞാൻ കേൾക്കുക. എനിക്ക് കാര്യമൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്. ഓക്കെ, ഐ എം എ ഡേ പേഴ്സൺ ഓർ എ നൈറ്റ് പേഴ്സൺ? അത് കൈ പൊക്കിയിട്ടില്ല ഉത്തരം പറയാൻ. എന്റെ അമ്മ എന്തൊരു നോക്കണം, എന്റെ അമ്മ താഴെട്ടേക്കണ പുല്ലിൽ എറിഞ്ഞ പൊടി ഉണ്ടാകുന്ന അന്വേഷിക്കണം. അമ്മ എന്തൊരു ഇങ്ങനെ ഇരിക്കുന്നു.
ഞാൻ പറഞ്ഞു പറ. night dress. ആ മാളു രാത്രിയാണ് പറഞ്ഞു. പകലാണ് ഇഷ്ടം എന്നാ? ആ. രാത്രി മാളു എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് പറയും. മാളു എത്ര പോയിന്റ് നിനക്ക്? 5 ഓ, അമ്മ കുറച്ച് പറയാം. 6 പോയിന്റ് എണ്ണിക്കോണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഐ ഫൈൻഡ് അട്രാക്റ്റീവ് ഇൻ അതർ പീപ്പിൾ? മറ്റൊരാളിൽ ഞാൻ അട്രാക്റ്റീവ് ആയിട്ട് കാണുന്ന ഫീച്ചർ അല്ലെങ്കിൽ ഫിസിക്കൽ ഫീച്ചർ മതി. ഞാൻ എന്തായിരിക്കും ഒരാളെ കാണുമ്പോൾ ആദ്യം നോക്കുന്നത് മാളു? Lipstick ആ? ഞാൻ നമുക്ക് പുറമേ ഉള്ളതാണ്. പുറമെ. പിന്നെ മാളു കണ്ണു പറഞ്ഞ. അബിക്കുട്ടെ? ചിരി. അമ്മ? മൂക്ക്, കാല്. ഗൈസ്, ഒരു ടൈം വരെ ഞാൻ ഒരാളുടെ കാലായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അയ്യോ, എനിക്ക് നല്ല വൃത്തിയുള്ള കാലുണ്ടെങ്കിൽ എനിക്ക് അയാളുടെ അടുത്തൊരു ക്രഷ് ഒക്കെ തോന്നിയ ചരിത്രങ്ങളുണ്ട് ഗൈസ്. നല്ല വൃത്തിയുള്ള കാലം, പക്ഷെ മനസ്സൊക്കെ കെട്ട മനസ്സൊക്കെ എരിയും. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ഞാൻ അങ്ങനെ ഒരാൾ നോക്കണമെങ്കിൽ ചിരി കണ്ണു ആണ് ഞാൻ നോക്കുന്നത്. സോ യു ബോത്ത് ഹാവ് പോയിന്റ്സ്. നീ എന്നെ നല്ലോണം മനസ്സിലാക്കി വെച്ചേക്കുന്നു. ഐ ലവ് യു. സ്കൂളിൽ പോയില്ലെങ്കിൽ എന്താ പറയാ? ഒരു ദിവസം സ്കൂളിൽ പോയില്ല, എപ്പോഴും എൻ്റെ കൂടെയാണ്. ഓക്കെ, അടുത്തത് 5, 6 അടിയോളൂ 7 അല്ലേ? ഹൗ ലോങ് ഐ ടേക്ക് ടു ഗെറ്റ് റെഡി? അതായത് ഞാൻ ഒരിടത്ത് പോവാൻ റെഡി ആവാൻ എത്ര സമയം എടുക്കും? ഒക്കേഷൻ അനുസരിച്ചിട്ടാണ്. എന്നാലും ഇപ്പൊ ഞാൻ പെട്ടെന്ന് എനിക്കൊന്ന് പുറത്തോടെ എത്ര സമയം എടുക്കും? 15 മിനിറ്റ്. 15, 20, 15. 5. ഗൈസ്, പെട്ടെന്ന് പോകണമെങ്കിൽ 5 മിനിറ്റ് മതി എനിക്ക് ഗൈസ്. കാരണം ഞാൻ പല്ലും തേച്ചിട്ട് ഞാൻ ഇവിടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, സൺസ്ക്രീൻ വിട്ട് ലിപ്സ്റ്റിക് ഇട്ടുണ്ട് ചട്ടപ്പെട്ട് തുണി പോലും നോക്കില്ല, കിട്ടേണ്ട എടുത്തിട്ടുണ്ട് പോകും. പക്ഷേ അതിൽ ഒക്കേഷൻ അനുസരിച്ചാണ് എൻ്റെ മാക്സിമം ടൈം എനിക്ക് 20 15 അല്ല 20 മിനിറ്റ്. യാ, വോൾട്ടേജിന്റെ ഇഷ്യൂ ആണ്, അതാണ് അവർ ഇട്ടത്തിരിക്കണം ഗൈസ്. ഓ, അമ്മയാണ് കറക്റ്റ്. 6, 7. എത്ര പോയിന്റ്? 5 പോയിന്റ്. 5. നിനക്ക് 6. നിനക്ക് 5. ഓക്കെ, അടുത്തത്. ഓക്കെ, ഫേവറേറ്റ് കോട്ട്. എന്റെ ഫേവറേറ്റ് കോട്ട് എന്താണ്? ഈ കോട്ടല്ല അമ്മ, അതായത് ഇപ്പം പറയില്ലേ തത്വചിന്തകന്മാരൊക്കെ ഓരോരോ കോട്ട്സ് പറയൂലേ, എന്തൊരു മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഇങ്ങനെയൊക്കെ വാക്യങ്ങളില്ലേ? ഈ വാക്യങ്ങളിൽ എന്റെ ഫേവറേറ്റ് വാക്യം അറിയാമോ? പഠിപ്പിച്ചപ്പോ ലാഭോ ഇല്ല. അബിക്കുട്ടാ? മതോ എന്റെ തമ്പുരാനി എന്തിനു പറയണ? വയസ്സൊന്നുമില്ല, അവൻ എന്തൊക്കെ ഭ്രാന്താണ്. കോട്ടത്താണെന്ന് അവൻ അറിഞ്ഞിട്ടോ, അവൻ അതിനുള്ള പ്രായമായില്ല. സോ ഗൈസ്, എന്റെ ഫേവറേറ്റ് കോട്ട എന്ന് വെച്ചാല് പെട്ടെന്ന് വെച്ചോ ആയി. എനിക്ക് ചിരി വരണം, ഒന്നും പറഞ്ഞുകൂടായിരുന്നു അതൊന്ന്. ഗൈസ്, ഒന്നുമില്ല, എന്റെ ഫേവറേറ്റ് കോട്ട എന്ന് വെച്ചാല് മറ്റേ എത്ര ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് എവിടെ ആയാലും അറ്റ് ദ എൻഡ് ഒരു വെളിച്ചമുണ്ടാ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. മറ്റേ ഫോർ എക്സാമ്പിൾ, ഇരുൾ മൂടിയാലും എൻ കണ്ണിൽ തെളിയുന്നു താരനിരകൾ. ജോസഫ് അന്നംകുട്ടി ജോസ് ചേട്ടൻ പറഞ്ഞ പോലെ, ഇരുൾ മൂടിയാലും എൻ കണ്ണിൽ തെളിയുന്നു താരനിരകൾ. ഓക്കെ, അതാപ്പോഴാണ് ബേസ്. അതാണ്. വേറൊരു കോട്ടം എന്ന് പറഞ്ഞാൽ എവരി ഡോ ഹാസ് എ ഡേ. എൻ്റെ ഫേവറേറ്റ് കോട്ടുള്ളത്. ഇൻട്രോവേർട്ട് ഓർ എക്സ്ട്രോവേർട്ട്? ഞാൻ കൈ പൊക്കിയിട്ടാണ് പറയാൻ. എക്സ്ട്രോവേർട്ട് അല്ല, ആംബിവേർട്ട്. അമ്മ അമ്മ ഇൻട്രോവേർട്ട് എന്ന് വെച്ചാ അങ്ങനെ ഒരുപാട് സംസാരിക്കുകയൊന്നുമില്ല, ഒരു ഒതുങ്ങിയ പ്രകൃതി. അക്കു. എക്സ്ട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുന്ന ആള്, നിർത്താതെ നോൺ സ്റ്റോപ്പ് കൊണ്ടാട്ടം. അത് രണ്ടിന്റെ ഇടയിൽ നിൽക്കും എന്നെ പോലെ. ഗൈസ്, എന്താണ് പറയാനുള്ളത്? നടുക്കിരിക്കുന്നു. അപ്പൊ 3 പേർക്കും ഗൈസ്, ഞാൻ 3 പേർക്കും ഓരോ പോയിന്റ് വെച്ചെടുക്കാം. പക്ഷെ ആക്ച്വലി ഞാനൊരു എക്സ്ട്രോവേർട്ട് ആയിരുന്നു. എന്റെ അടുത്തിരിക്കുന്ന എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് വരെ ഞാൻ വിളിച്ചിട്ട് ഹൗ ഹീ എന്ന് പറഞ്ഞു ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ജീവിത പാഠങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മിണ്ടാതിരി ഷൊട്ടെ, മിണ്ടാതിരുന്നാൽ നിനക്ക് നല്ലതാണെന്ന് ജീവിത പാഠങ്ങൾ എനിക്ക് പറഞ്ഞു തന്നത് കൊണ്ട് തന്നെ ഗൈസ് ഞാനിപ്പോൾ ആംബിവേർട്ടാണ്. ഞാൻ സംസാരിക്കും, എൻ്റെ സർക്കിൾ ഞാൻ ഇങ്ങനെ എനിക്ക് പറ്റൂല, എനിക്ക് അങ്ങനെ സംസാരിച്ച് എനിക്ക് ഇങ്ങനെ കൈയൊക്കെ അക്രമമൊക്കെ കാണിച്ച് എപ്പോഴും ബഹളം വെച്ചോണ്ടിരിക്കും. പക്ഷേ പുതിയൊരാളെ കാണുമ്പോൾ ഞാൻ സംസാരിക്കുകയാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഇപ്പം എനിക്ക് പുതിയൊരാൾക്കാരെ കാണുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് ചാടിക്കയറി മിണ്ടാൻ എനിക്ക് പേടിയാണ് ഗൈസ്. എങ്ങനെ ജഡ്ജ് ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഞാനിപ്പോൾ ഒരു ആംബിവേർട്ടായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വാട്ട് മേക്സ് മീ നെർവസ്? എന്നെ നെർവസ് ആക്കുന്ന ഒരു കാര്യമുണ്ട്. എന്നെ നെർവസ് ആക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ടെൻഷൻ ആവും, അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് നിങ്ങൾ പറയണത് എനിക്ക് വിഭ്രാന്തി വരൂലേ,
അങ്ങനെ പറയണ എനിക്ക് പെട്ടെന്ന് നെർവസ് ആണ് കാര്യം. പെട്ടെന്ന് ദേഷ്യല്ല, ഇത് പഠിച്ചു വെച്ചേക്കണ ദേഷ്യമല്ല ലോക്കൾ എന്നെ പെട്ടെന്ന് ഇങ്ങനെ വിഷമിപ്പിക്കണല്ലേ, എന്നെ പെട്ടെന്ന് നെർവസ് ടെൻഷൻ ആക്കുന്ന ഒരു കാര്യം. എക്സാം വരുമ്പോ എനിക്ക് നെഞ്ചിലെന്തിരിക്കുന്നു പറയില്ലേ. ഓക്കെ, എനിക്ക് പെട്ടെന്ന് ടെൻഷൻ ആവുന്ന ഒരു കാര്യം കൈ പൊക്കിയിട്ടാണ് ഉത്തരം പറയാൻ. എനിക്ക് പെട്ടെന്ന് ടെൻഷൻ ആവുന്ന ഒരു വോൾട്ടേജ് വന്നു ഗൈസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ സ്നേഹിക്കണവരെ നഷ്ടപ്പെടണം ആലോചിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ടെൻഷനും ഭ്രാന്തും വിഭ്രാന്തിയൊക്കെയാണ് ഗൈസ്. കേട്ടല്ലേ, എനിക്ക് ഭയങ്കര വിഭ്രാന്തിയാണ് എൻ്റെ അമ്മ പറയണത്. ഓക്കെ, ലൈക്ക് അടുത്ത് എനിക്ക് ട്രാവൽ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലം കൈ പൊക്കിയിട്ട് വേണം പറയാൻ. അല്ല, കൊറിയ അല്ല, എന്തോ കഷ്ടം ഇത് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തിട്ട്. അതായത് ഇപ്പൊ തായ്ലാന്റ് ഒക്കെ പോവാൻ ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ്, പക്ഷെ ഞാൻ അപ്പൊ ആ ക്വസ്റ്റ്യൻ അല്ല, വേറെ ക്വസ്റ്റ്യൻ. ഇപ്പൊ എല്ലായിടത്തും ഞാൻ പോകാൻ പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് പോണം 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 ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പോണം 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 എനിക്ക് അതിയായ ആഗ്രഹമുള്ള സ്ഥലം. ഫസ്റ്റ് പ്രയോറിറ്റി എനിക്ക് പോണം, ഫസ്റ്റായിട്ട് എനിക്ക് അവിടെ പോയേ പറ്റുള്ള ആഗ്രഹമുണ്ട്. ഓപ്ഷൻ ഇല്ല, കൈവക്കാം. ഇതുപോലെ നിങ്ങൾക്ക് അറിഞ്ഞൂടെങ്കിൽ ഇന്നത്തോടെ ഞാൻ അറുത്ത് കളയുന്നതാണ്. മൂന്നാറാ പൊക്കോ അവനെ ചവിട്ടി തണുപ്പാണോ ചൂടാണോ അങ്ങനെയല്ല സ്ഥലം. അങ്ങനെയല്ല, അത് നോർമൽ ഒരു എനിക്കൊരു സമ്മർ വെക്കേഷൻ അവിടെ പോകണം. തീർന്നേ മാറിയതല്ല, ജപ്പാനും അല്ല. കഴിഞ്ഞല്ല ഞാൻ പറയട്ടെ ഗൈസ്, വെനീസ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പോണോന്ന് ആഗ്രഹിക്കുന്ന സ്ഥലമാണ് വെനീസ്. എനിക്കത് ഭയങ്കര ആഗ്രഹം. ഒരു സമ്മർ ടൈമിൽ എനിക്ക് പോകണം, എനിക്കൊരു ബക്കറ്റ് ക്യാപ്പൊക്കെ വെച്ചിട്ട് എനിക്ക് അവിടെ കുറെ ഫോട്ടോ ആണ്, അവിടുത്തെ ഫുഡൊക്കെ ട്രൈ ചെയ്യണം. ഏറ്റവും ആഗ്രഹമുള്ള സ്ഥലം അവിടെ പോകണം, ഭയങ്കര ആഗ്രഹമാണ് വെനീസ്. ഓക്കെ, ഡു ഐ ഹാവ് എനി സൂപ്പർസ്റ്റിഷൻസ്? അതേ ഉള്ളൂ, ഉണ്ട്. നിനക്കും അമ്മയ്ക്കും ഉണ്ട്. അന്ധവിശ്വാസം ഉണ്ടാന്ന്. ഓക്കെ, എനിക്ക് അന്ധവിശ്വാസം ആള് പറയണത് അമ്മ. അന്ധവിശ്വാസമൊന്നും അല്ല അത്. ഓക്കെ മാളു, അഭി എനിക്ക് അന്ധവിശ്വാസം ഉണ്ടോ? നടുക്കാണ് എന്റെ അഭി, നടുക്കാണ്. മാളു, നീ എന്തുകൊണ്ടാണ് എനിക്ക് അന്ധവിശ്വാസം ഉണ്ടെന്ന് പറയണത്? ആ സിറ്റുവേഷൻ ഒക്കെ ഞാൻ മറന്നുപോയി. പറ. ഉണ്ട് എന്തായാലും. ജോൽസിനെ കാണാനുണ്ടാണോ? ആയിരിക്കും. ജോൽസിനെ കാണാൻ പോണത് വീട് വയ്ക്കാനുള്ള സമയമൊക്കെ നോക്കണം. എനിക്ക് അന്ധവിശ്വാസം മീൻസ് എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ അന്ധമായ വിശ്വാസമുണ്ട്. ഒരു നരബലിക്കോ ഒരു അതൊന്നും ഞാനില്ല, അങ്ങനെയല്ല. ഞാൻ മറ്റേ നേർച്ച നേരുന്ന ആ ടൈമിൽ, പക്ഷെ ഞാൻ നേർച്ച നേരും എപ്പോഴും നേരും. ഞാൻ അന്നദാനം നേരാറുണ്ട് എന്റെ പൂച്ചക്കൊക്കെ. എനിക്കറിയാം ഇപ്പൊ നിങ്ങൾ കേൾക്കാൻ വേണ്ടി നിങ്ങൾ ഇടിക്കാൻ വരുന്നു ഗൈസ്. എനിക്ക് ഞാൻ അന്നദാനം നേരാറുണ്ട് ഗൈസ്. കാരണം അത് മറ്റൊരാൾക്കൂടെ ഉപയോഗം ഉണ്ടാവുന്ന സാധനമാണ്. അപ്പൊ അതുകൊണ്ട് അന്നദാനങ്ങൾ ഞാൻ നേർച്ചയായിട്ട് നേരാറുണ്ട്. അല്ല ഞാൻ മറ്റേ വലിയ സാധനം വെച്ചാൽ അങ്ങനെയില്ല, ഞാൻ അന്നദാനം ചെയ്യാൻ നേർച്ചയുണ്ട്. എന്റെ പൂച്ചക്കൊക്കെ വയ്യാതാകുമ്പോഴും എൻ്റെ അത്രയും പ്രിയപ്പെട്ട ആൾക്കാർക്കൊക്കെ വയ്യാതാകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അവർക്കൊക്കെ സീനായിട്ട് നിൽക്കും. മനുഷ്യർക്കാർക്ക് ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഞാൻ പറയും എൻ്റെ മൃഗങ്ങൾക്ക്, എൻ്റെ അച്ഛനും അങ്ങനെയൊക്കെ വയ്യാതാകുമ്പോഴത്തേക്ക് ഞാനിരുന്ന് അന്നദാനം നേരും. ഞാനൊരു 1000 പേർക്കോട് അന്നദാനം നേർന്നിട്ടുണ്ട്. കുറച്ചായിട്ട് ഞാൻ തീർന്നുകൊണ്ട് വരണേ ഉള്ളൂ. കുറച്ച് ഒരു 1000 പോലും 100 പേരും കഴിഞ്ഞില്ല, പക്ഷെ പയ്യെ ഞാനിങ്ങനെ തീർത്ത് വരണുള്ളൂ. ഒരു അന്നദാനം ഉണ്ടായിരുന്നു. എൻ്റെ ഒരു പൂച്ച ഭയങ്കര സീരിയസ് ആയിട്ട് കിടന്നപ്പോൾ അന്നദാനം നടന്നു. രക്ഷപ്പെട്ടവള്. എന്നിട്ട് അവൾ അങ്ങോട്ട് ഓടിക്കളഞ്ഞു ഷട്ട. ഓക്കെ, അങ്ങനെ ഒരു സംഭവമൊക്കെ എനിക്കുണ്ട്. അന്നദാനം ഞാൻ നേരും, അല്ലാതെ വലിയ നേർച്ചണം ഞാൻ നേരൂല. ഓക്കെ, മൈ റീസെന്റ് സെലിബ്രിറ്റി ക്രഷ്. എനിക്ക് ഇഷ്ടമുള്ള ഒരു സെലിബ്രിറ്റി, ഒരു നടൻ, എനിക്കൊരു ഇഷ്ടമൊക്കെ ഉള്ള ഒരു നടൻ. എത്ര പുച്ഛം ആള്. 2 സെക്കൻഡ് കഴിഞ്ഞു. മോഹൻലാൽ. എനിക്കിഷ്ടമുള്ള നടനല്ല വെച്ചാൽ എനിക്ക് ക്രഷ്, ഒരു പ്രേമമൊക്കെ തോന്നൂലേ നമുക്ക് നടന്മാരുടെ അടുത്ത്? പ്രേമൊന്നുമില്ല എനിക്ക് ഇങ്ങനെ നടന്മാരത്തൊന്നും എനിക്ക് ഇന്നലെ പ്രേമം. നമ്മള് കൊക്കിലും ഇങ്ങനെയല്ലേ കൊത്താവും. ഏകദേശം കല്യാണമോ കഴിഞ്ഞു. എനിക്കിപ്പോ ഭയങ്കര ഇഷ്ടമുള്ള നടനുണ്ട്. മലയാളിയാണോ? എനിക്കിഷ്ടമാണ്, ഇഷ്ടമാണ്. അല്ല, അഭിക്ക് ഉത്തരവില്ല. പറയട്ടാ, എനിക്ക് ഷൈൻ നിഗത്തിന്റെ ഒരു വൻ ഫാനാണ് ഞാൻ. എനിക്ക് ക്രഷ് എന്ന് വെച്ചാൽ പറയട്ടെ,
അത് മുമ്പ് സൈനികത്തിന് ഭയങ്കര ഇങ്ങനെ കണ്ടുകൊണ്ടിങ്ങനെ ഞാനിങ്ങനെ മറ്റേ കാറൊക്കെ ആ കാറൊക്കെ ഇല്ല അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. എനിക്കിഷ്ടമാണ് ഷൈനികത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര യൂ ചുച്ചു എന്ന് പറഞ്ഞ് എനിക്ക് തോന്നി അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ പറയാം അങ്ങനത്തെ സംഭവം നമുക്കൊരു ഇഷ്ടം തോന്നില്ല ആ ഒരു സംഭവം. പക്ഷെ ഇപ്പം എനിക്ക് ഇഷ്ടം ബേസിലിനെയാണ്. ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ ഒരു ഇഷ്ടം അങ്ങനെ സംഭവമല്ല. എനിക്ക് ബേസിൽ ഇപ്പം ചെയ്യണ ക്യാരക്ടർ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം വാഴയിലൊക്കെ ചെയ്ത റോളുണ്ട്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല ബേസിലുണ്ട് അതിൽ. എനിക്കതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ എനിക്ക് ബേസിലിന് ഇപ്പം ഭയങ്കര ഇഷ്ടം. എനിക്ക് ഹ്യൂമർ സെൻസ്, ഇപ്പം എനിക്കിപ്പോൾ എടുക്കുന്ന റോള് ചെയ്യുന്ന റോളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ബേസിൽ എനിക്ക് ഭയങ്കര ഒരു ക്രഷ് എന്ന് പറയാൻ പറ്റൂല, ഒരു റെസ്പെക്റ്റോ ഒരു ആരാധനയൊക്കെ തോന്നിയ ഒരു. സോ ഗൈസ് ഇത്രയേ ഉള്ളൂ. ഇതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, ചില ബേസിക് ആയിട്ടുള്ള ഒരു ഉത്തരം പോലും എൻ്റെ അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു എക്സ്പ്രഷനും ഇല്ല. പക്ഷേ ഇവരാരും പറയാത്ത എന്റെ അത്രയും ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ അവനല്ലേ എപ്പോഴും നിന്റെ അവിടെ ഇരിക്കും കിടക്കും. ഒരു നാള് അതാണ് കൈസ. നീ ഭയങ്കര കൈതാ. ഞങ്ങൾ തമ്മിൽ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് കുനിച്ചിർത്തി ഇടിയും ബഹളവും ഒക്കെ ആണെങ്കിൽ പോലും ഗൈസ് എന്റെ അത്രയും ഡീപ്പായിട്ടുള്ള കുറെ കാര്യങ്ങൾക്ക് ഉത്തരം തന്നത് എന്റെ അബിക്കുട്ടനാണ്. അപ്പൊ ഈ ഒരു അവസരത്തിൽ മാളുവാണ് ജയിച്ചേക്കുന്നത്. അപ്പുറത്തെ ഈ റൂമിൽ നിന്നും അപ്പുറത്തെ റൂമിലാണ് മാളു ഇരിക്കുന്നതിലും എന്നെ ചില ദിവസങ്ങളിൽ കാണാറ് പോലും ഇല്ലെങ്കിലും എന്റെ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സോ ഗൈസ് അപ്പം അവക്കാണ് എന്നെ കുറച്ചുകൂടെ നന്നായിട്ട് അറിയാന്നുള്ളത്. സോ ഗൈസ് അപ്പം മാളിനാണ് കുറച്ചുകൂടെ അറിയാന്നുള്ളത്. എന്റെ അമ്മ ഇങ്ങനെ ഇരിക്കുന്നത് എന്റെ അമ്മയ്ക്ക് ഒന്നും അറിഞ്ഞുകൂടാ. കഷ്ടം തന്നെ. പക്ഷെ മോശമായിപ്പോ അല്ലേ ഗൈസ്? നിങ്ങൾ തന്നെ പറ, അവർക്കൊന്നും അറിഞ്ഞുകൂടാ. അപ്പൊ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക ഗൈസ്. ഈ ചളു എനിക്കിതൊന്നും ചിരിക്കാൻ വയ്യ ഗൈസ്. അപ്പൊ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അപ്പൊ സപ്പോർട്ട് ചെയ്തു. സോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.